പിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. നേരിയ തോതിലുള്ള സംഘർഷമായിരുന്നു തുടക്കത്തിൽ. അതായത് 1 മണിക്കൂറിലധികമായി തലസ്ഥാന നഗരം ഒരു യുദ്ധക്കളമായി മാറുന്ന കാഴ്ച. തുടക്കത്തിൽ പ്രകോപനം സൃഷ്ടിക്കാതെ പരമാവധിയും സംയമനം പാലിച്ചുകൊണ്ടുള്ള സമീപനമാണ് പോലീസ് സ്വീകരിച്ചതെങ്കിൽ പിന്നീട് പ്രവർത്തകർ പലതവണ പോലീസിന് നേരെ പ്രകോപനം സൃഷ്ടിച്ചു. പോലീസിന് നേരെ കയ്യേറ്റം നടത്തി. ബാരിക്കേഡ് തകർത്ത് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറാനുള്ള നീക്കം നടത്തി. ഒടുവിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർക്ക് നേരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ലാത്തി ചാർജ് ഉണ്ടായത്. അബിൻ വർക്കിക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് പോലീസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ, വനിതാ പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പിണറായി എന്നൊരു പട്ടി കുരച്ചാൽ ഇവിടെ കുരയ്ക്കും പട്ടികളെ, പിണറായിയുടെ പോലീസ് ആരോടാണ് കോലുകളി, ആരോടാണ് കോലുകളി. ഡാൻ കുര്യനിലേക്ക് വീണ്ടും. ഡാൻ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സമരവുമായി പ്രവർത്തകർ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. റോഡ് ഉപരോധിക്കുന്നു. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് നീക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതോ പ്രവർത്തകർ, ഈ അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്ത് നിലയുറപ്പിക്കുകയാണോ? സമരവുമായി വീണ്ടും മുന്നോട്ട് നീങ്ങുകയാണോ? ഫേസ്ബുക്കിൽ കയറി നിങ്ങൾ നോക്കണം, നിങ്ങളെല്ലാവരും അവന്റെ ഫേസ്ബുക്കിൽ കയറി നോക്കണം. അവൻ പാളയം ലോക്കൽ സെക്രട്ടറി DYFI നേതാക്കന്മാരോട് ഫോട്ടോ എടുത്ത് ബുള്ളറ്റ് കറങ്ങലാണ് അവന്റെ പണി. അവരുടെ നിർദ്ദേശം വെച്ചാണ് അവൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്. ഒരു ലാത്തി കൊണ്ട് 2 ഷീൽഡ് കൊണ്ട് ഈ സമരത്തെ അടിച്ചൊതുക്കാൻ നടത്താണ് ഇരിക്കണേ. അങ്ങനെ അടിച്ചൊതുക്കട്ടെ. അവനെ മാറ്റാതെ ഞാൻ ആശുപത്രിയിൽ പോവില്ല. ഞാനിവിടെ ചോര വാർന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ ആശുപത്രിയിൽ പോവില്ല. അവനിവിടുന്ന് മാറ്റണം. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്, യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധം, പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം, യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ഇവിടുത്തെ DYFIക്കാരൻ SI അദ്ദേഹം ഓരോരുത്തർ തെരഞ്ഞു പിടിച്ച് പേര് ചോദിച്ച് വർദ്ധിക്കുന്നതാണ്. അതാരാണ് SI? ആരാണ്? നമ്മുടെ വൈസ് പ്രസിഡന്റ് അടക്കം ജിജു എന്ന SI. ജിജു ഞങ്ങള് ക്രൂരമായി ജില്ലാ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വടിയല്ല ഉപയോഗിക്കുന്നത്. പോലീസിന്റെ മാനുവൽ എടുത്തു കളഞ്ഞ വടിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരെയും തുടർച്ചയായി അടിച്ച് കൈകൾ പൊട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തമായിട്ടുള്ള പോരാട്ടം ഉണ്ടാവും. ഞങ്ങൾ ഈ തെരുവിൽ കിടന്ന് മരിച്ചാൽ പോലും, ഞങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ ഈ തെരുവിൽ കിടന്ന് മരിച്ചാൽ പോലും ഇവരുടെ അക്രമ സമരത്തിൽ നിന്ന് ഞങ്ങൾ ഒരായിട്ട് പിന്നോട്ട് പോകാൻ പോകുന്നില്ല. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ്